ഹലോ നമസ്കാരം, രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയിലേക്കാണ് പോകുന്നത്. കഥ എന്ന് വെച്ചാൽ ഒന്നൊന്നര കഥയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ നിധീനെ മറ്റേ നിധുവിൻ്റെ ഏട്ടൻ അഖിലും കൂട്ടരും കൂടെ അപമാനിച്ചിട്ട് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിധീനെയും കൂട്ടിയും കൊണ്ട് ചെല്ലുകയാണ്. പിന്നെ സുഭാഷും നികേഷും ഹരീഷും അല്ല, ഹരീഷ് പിന്നീടേ വരുന്നുള്ളൂ. ബാക്കി ഇവർ സുധീഷൊക്കെ കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ സുധീഷ് പിന്നെ ചോദിക്കുകയാണ് നിധിനെ കുട്ടിയും കൊണ്ട് ചെല്ലുമ്പോൾ. അഖിലും കൂട്ടർ അവിടെ നിന്ന് പോയിട്ടില്ല, അവർ അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ സ്കൂട്ടറിലിരിക്കുമ്പോൾ ഇവളെയും കൊണ്ട് ചെല്ലുന്നവ അങ്ങനെ നോക്കുന്നുണ്ട്. അഞ്ജലി വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, മോളെ നിന്നെ ആരാ അപമാനിച്ചേ എന്ന് ചോദിക്കുകയാണ് സുധീഷ് നിധിയോട്. അപ്പോൾ നിധി ഇങ്ങനെ ചൂണ്ടിക്കാട്ട് അവനാണെന്ന് പറയുന്നത്. നീ അഖിലിനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇവനാണ് എന്നെ അപമാനിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയുക, 5 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവളെ പിന്നെ അഞ്ജലി എന്നല്ലാണ്ട് വേറെ എന്ത് പേരാണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. വിളിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒന്നും കൂടെ നീ പറയടാ അറിയുമ്പോൾ അഞ്ജലി എന്ന് പറയും. ആ പറച്ചിലിന് സുധീഷ് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുക. ഒരൊറ്റ അടിക്കാവൻ താഴെ വീഴും. അവിടുന്ന് ഏട്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കും. അതിൽ പിന്നെ അഞ്ജലി 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 എന്ന് തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറച്ചിലിനൊക്കെ അടി. അവിടുന്ന് അടിയോടടി. സുഭാഷ് ഒരു ഭാഗത്ത് നിന്ന് അടിക്കണു. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ നികേഷ് ഒരു റൂൾ വടി പോലത്തെ ഒരു മരത്തടി എടുക്കുന്നുണ്ട്, അതും കൈ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവനും പോകുന്നത്. അങ്ങനെ അവിടെ കിടന്ന് എന്താ പറയേണ്ടത്, പൂര അടി. സുധീഷിൻ്റെ ആ ദേഷ്യം മുഴുവനെ അവനെ അങ്ങോട്ട് തീർക്കുകയാണ്. അപ്പോൾ ഏട്ടാ നീ എന്നെ അടിച്ചല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ വരുമ്പോൾ അവനെ അവട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് ഇപ്പുറത്ത് നിന്നിട്ട് നികേഷിൻ്റെ അവർക്ക് വേറെ കൊടുക്കുന്നുണ്ട്. സുഭാഷിനെ ഒരുത്ത് അങ്ങനെ തള്ളി കൊണ്ടിട്ട് പിന്നെ സുഭാഷിൻ്റെ ഒരു നൃത്തമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ കൈവീശണു, അവനെ അടിക്കണം, അവനെ കഴുത്തിനിട്ട് വെട്ടുക ചെയ്യുന്നത് കൈ കൊണ്ട്. അങ്ങനെ പൂര അടി നടക്കുക റോഡിലിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കൂടെ 2-3 ആൾക്കാരുണ്ട്, അവന്മാർക്കും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എന്തായാലും വാങ്ങി അതിൽ നമ്മുടെ സുധീഷിനെ ഒരുത്താൻ പിടിച്ചൊരൊറ്റ തള്ളുന്നുണ്ട്. ആ തള്ളലിൽ ഇവൻ പോയി വീഴുന്നത് നമ്മുടെ ഹരീഷിൻ്റെ ബൈക്കിൻ്റെ മുകളിലാണ്. അപ്പോഴേക്കും ഹരീഷല്ലേ ഹരീഷിൻ്റെ ആ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ആ പയ്യൻ പോയി വിവരങ്ങൾ പറഞ്ഞിട്ടാണ് അവൻ വരുന്നത്. അങ്ങനെ അവൻ വരുമ്പോഴേക്കും ഇവിടെ അടി തുടങ്ങി കഴിഞ്ഞു. കൊട്ടി കലാശായപ്പോഴേക്കാണ് ഹരീഷിൻ്റെ വരുമ്പോഴേക്കും നമ്മളെ നികേഷ് ആ അടി അങ്ങനെ സുധീഷിന് ഇട്ട് കൊടുക്കുന്നത്. ഇതാ സുധീഷേട്ടാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. പിന്നെ അവിടെ ഇട്ട് അടിക്കുന്ന സമയത്ത് സുധീഷേ അവൻ്റെ പല്ലടിച്ച് കൊഴിക്കുക എന്ന് പറയാണ് നമ്മളുടെ നിധി. അതിങ്ങോട്ട് കേൾക്കേണ്ട താമസമല്ലേ സുധീഷ് അവനിട്ട് പൂര തല്ല് ചരുമ്പോൾ ഒരു 1.5 അടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഹരീഷും അതിൻ്റെ പോലെ പിന്നാലെ ഹരീഷും അങ്ങനെ എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടും. അപ്പോഴേക്കും വിവരറിഞ്ഞ് ഭാസ്കരനും വരുന്നുണ്ട് സൈക്കിളിൻ്റെ മുകളിൽ. അപ്പോൾ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിധി കാര്യങ്ങളൊക്കെ പറയണം. അത് ശരി. അപ്പോൾ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആൾക്കാരെ ആദ്യം കയറി പറയും. അപ്പോൾ പറയും, നാണുണ്ടടാ ഒരു പെൺകുട്ടീനെ പബ്ലിക് റോട്ടിലിട്ടിട്ട് കുറേ ആളുകൾ അപമാനിക്കുമ്പോൾ അത് കേട്ട് നിന്ന് ചിരിക്കാൻ നാണുണ്ടോ നിങ്ങൾക്കൊക്കെ? നിങ്ങളെ വീട്ടിലും പെൺകുട്ടികളില്ലടാ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ആൾക്കാരെ കുറേ പേരെ തെറി പറയുക. പിന്നെ പറയും, കൊടുക്കുക മക്കളെ, അടിച്ച് ഓടിക്കുക അവനിനി ഒരു പെണ്ണിനോടും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ ഭാസ്കരനും കൂടെ ചെന്നപ്പോൾ ആമ്പിളർക്ക് 4 പേർക്ക് ഒന്നും കൂടെ ഉഷാറായി. കാരണം അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ള, അത് എന്തൊക്കെയായാലും അച്ഛനെ ഒറ്റപ്പെടുത്തിയാലും ആവശ്യം വരുമ്പോൾ അച്ഛൻ വരെ കൂടെ വരും എന്നുള്ളത് ഇവർക്കും അറിയാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഈ 5 ആളും കൂടെ ഇവരെ ഒടിച്ച് മടക്കുകയാണ്. അങ്ങനെ അടിച്ച് നിധിയുടെ കാലിൻ്റെ ഓട്ട് പോയി വീഴുകയാണ്. അവൻ അടിക്കാൻ പിന്നെ ഈ അഖിൽ നിധുവിൻ്റെ അടിച്ചിട്ട് പറയും, നിധിയോട് മാപ്പ് പറയുകയെന്ന് പറയുകയാണ്. പറയടാ മാപ്പ് പറയും. അപ്പോൾ ആദ്യം നമ്മൾ കൂട്ടാക്കില്ല, അങ്ങനെ അടിച്ചൊരൊറ്റടിക്ക് അവളെ കാലിൻ്റെ തൊട്ട് പോയിട്ട് അങ്ങോട്ട് വീഴും. പറയും മാപ്പ് പറയുമ്പോൾ മാപ്പ് ഇനിയൊന്നും ചെയ്യല്ലേ എന്നിങ്ങനെ അവിടെ കടന്നുകൊണ്ട് കൈകൂപ്പി പറയുകയാണ്. എന്നിട്ട് പോടാ അവിടുന്ന് അറിയാം. അങ്ങനെ അടിച്ച് ഓടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ നികേഷ് ഒരു ചെയറിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ജയർത്തി ഇവിടെ ഇരിക്കാനിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ പറയും, ഇതൊക്കെ നേരത്തെ പറയേണ്ട മോളെ, ഇതിന് മുന്നേ നിങ്ങൾ അപമാനിച്ചെങ്കിൽ അപ്പോൾ ഞങ്ങളോട് വന്ന് പറയണ്ടേ, എന്താ നികേഷ് നീ അത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് നികേഷിനെ ചീത്ത പറയും. അപ്പോൾ നികേഷ് അറിയേട്ടാ ഇത് ഞാൻ പറഞ്ഞതാണ് എഴുത്തിയോട്, അപ്പോൾ എഴുത്തി വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്, വെറുതെ വയ്യാവേലിക്ക് നിൽക്കേണ്ട പൊല്ലപ്പാവണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായി, അവന് ചോദിക്കാൻ ആളില്ല എന്ന് വെച്ചിട്ടാണ് അവൻ വീണ്ടും ഇങ്ങനത്തെ അനാവശ്യ വാക്കുകൾ പറഞ്ഞത്. അതുകൊണ്ടിപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനി അവൻ വരില്ല, ഇനി അവൻ ഒരു പെൺകുട്ടികളോടും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയും. അപ്പം എഴുത്തിൻ്റെ സങ്കടം മാറിയോ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പം എനിക്ക്
വിഷമമല്ല, എനിക്കിപ്പോൾ സങ്കടം മാറി, കാരണം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് മാറി, അവൻ്റെ പല്ലടിച്ച് കൊഴിക്കണ്ടെന്ന്. അപ്പോൾ നമ്മളെ സുധീഷ് അവിടെ നിൽക്കുക, സുധീഷ് അവൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കണം എന്നറിയാണ്. എന്നിട്ടോ നോക്കിയാണ് നിധി, എന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ വയ്ക്കുമ്പോൾ അതിനെന്താ കടന്നാൽ എനിക്ക് കലിപ്പ് തീർന്നിട്ടില്ല. അവനൊരു പെൺകുട്ടികളോട് ഇനി ഇങ്ങനെ ചെയ്യരുത്, അവൻ ആരാന്ന് അവൻ്റെ വിചാരം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് എടുത്ത് മാപ്പ് തരണം, ഞാൻ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമായത് എന്ന് പറഞ്ഞിട്ട് നിധിയോട് മാപ്പ് പറയുന്നുണ്ട് ഹരീഷ്. അപ്പോൾ പറയും, ഹായ് ഹരീഷ്, നീ എന്താ ഈ പറയുന്നുണ്ട്, നീ എന്ത് തെറ്റ് ചെയ്തു? അല്ല, ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അതൊന്നല്ല, അതൊന്നും ഒരിക്കലും അങ്ങനെ ആവില്ല, അത് അവനൊരു അടിയുടെ കുറവുണ്ടായിരുന്നു, എന്തായാലും അത് കഴിഞ്ഞു അറിയാം. അപ്പോൾ സുഭാഷ് അറിയാം, എടാ നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെയൊന്നും ഇതാവുണ്ട്, അവളെന്ത് തെറ്റ് ചെയ്തു, അവളെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവന് മക്കളെ ഒന്നാമത് വളർത്തു ദോഷമാണ്, അവന് തോന്നിയ പോലെയാണ് അവർ വളർത്തിയിരിക്കുന്നത്, അങ്ങനെയല്ല, അങ്ങനെ അതുകൊണ്ടാണുള്ള പ്രശ്നം, അല്ലാണ്ട് നീ അവളെ സ്നേഹിച്ചുകൊണ്ടല്ല. അപ്പോൾ സുധീഷ് എടുത്ത വഴിക്ക് അറിയുന്നു, ഹരീഷേ, നീ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ വീട്ടിൽ ഇത്രയും തറകളാണെങ്കിൽ നിനക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത്രയും കൾച്ചറില്ലാത്ത ഫാമിലി ആയി പോയാലും അവരിതിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മോളെ ഒക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, എനിക്കിപ്പോൾ സന്തോഷമായി, കാരണം അവൻ്റെ അമ്മ അടിച്ചവനെ അണപ്പല്ലെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതെന്തായാലും സാധിച്ചു. പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവണം കേട്ടോ. അപ്പോൾ ഹരീഷിനോട് നീ വിഷമിക്കുന്നുണ്ട്, അവളൊരു പാവം പെൺകുട്ടിയാണ് എന്നൊക്കെ നിധിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ വീട്ടിൽ, അതായത് ഈ നിധുവിൻ്റെ വീട്ടിൽ ഇവൻ ബൈക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ പാട്ട് ടി വിയിൽ കൺകളിരുന്നാൽ ആ പാട്ട് കണ്ടിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ വന്നിട്ട് ടി വി കൊണ്ട് ഓഫ് ആക്കും. അപ്പോൾ പറയും, എന്താ നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കടാ, എന്നെ ഒന്ന് ടി വി കാണാൻ പോലും സമ്മതിക്കേണ്ടത്. ആടി, എനിക്ക് മനസ്സിലായി, നീ ഇത് കാണുകയാണെങ്കിൽ നിൻ്റെ മനസ്സ് എവിടെയാണെന്നൊക്കെ എനിക്കറിയാം എന്നറിയാണ്, പോയി അടിച്ചുടക്കടി എന്നറിയാണ്. ഒരു സ്വൈരവും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീക്കി പറയും, വീടിനെ പ്രാകാതടി എന്നറിയുന്നു. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്നാൽ മകൻ എന്ത് തമ്മാടത്തിനും കാട്ടിയാലും അതിനൊക്കെ ഈ അമ്മ ചൂട്ട് പിന്നി കൊടുക്കും. അതാണ് അവരെ വീട്ടിലെ അവസ്ഥ. അപ്പോഴേക്കും ഇവൻ ബൈക്കിൽ വന്നിട്ട് പിന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ വയ്യാണ്ടങ്ങ് നിൽക്കുക. അപ്പോഴേക്കും അമ്മ കണ്ടിട്ട് ഓടിച്ചു, അയ്യോ മോനെ നിനക്കെന്ത് പറ്റിയടാ എന്ന് പറഞ്ഞ് തൂക്കി പിടിച്ച് കൊണ്ടുവരുന്ന. അപ്പോഴേക്കും അച്ഛനും ഓടി വരും, പിടിക്കടി എന്ന് പറയുമ്പോൾ അവളും പിടിച്ച് കസാലയിൽ കൊണ്ടിരുത്തും. അപ്പോൾ എന്താടാ പറ്റിയത്, നിന്നോട് എപ്പോഴും പറഞ്ഞിട്ടില്ലേ സ്കൂട്ടർ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണമെന്ന്, നീ എന്താ എവിടെ പോയി വീണ് വെച്ചപ്പോൾ, ഞാൻ എന്താ സ്കൂട്ടർ ഓടിക്കില്ലേ എന്ന് മിണ്ടാൻ വയ്യ, അടി കിട്ടിയിട്ട് വായിക്കക്കെട്ടിയാണ് കിട്ടിയിരിക്കുന്ന അടി, അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, പിന്നെ ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ട് വീണതൊന്നുമല്ല എന്ന് പറയും. പിന്നെ നിനക്കിത് എന്ത് പറ്റി, ഇവള് കാരണ എന്ന് പറഞ്ഞിട്ട് നിധുവിൻ്റെ വെക്കിട്ട് കയറി ചെല്ലുമ്പോൾ പറയും, ഞാൻ എന്തപ്പോൾ നിങ്ങളെ ചെയ്തത് എന്ന് വയ്ക്കും. നിൻ്റെ മറ്റവനും അവൻ്റെ ചേട്ടന്മാരൊക്കെ കൂടെയാണ് എന്നെ ഈ പരിവാക്കിയത് പറയും. അപ്പോൾ പറയും, അവരെന്തിനാ നിന്നെ തല്ലിയത്, ഇവിടെ ചോദിക്കാനും പറയാൻ ആരില്ല എന്ന് വിചാരിച്ചോ, നിന്നെ തൊട്ടെന്താ ഇവിടെ ചോദിക്കാൻ ആളില്ലേ നമുക്ക്, ഓട്ടോക്കാരൻ ചന്ദ്രൻ, അതായത് ഇവളുടെ അച്ഛൻ. അപ്പോൾ പറയും, അങ്ങനെ അപ്പോൾ അവർ അങ്ങനെ വെറുതെ വന്ന് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരൊന്നുമില്ല, എനിക്ക് അവരെ അറിയാലോ, ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആവും എന്ന് അറിയാം. അപ്പോൾ നീ അവരെ ഭാഗം പറയുന്നോ എന്നറിയാം, അല്ലാണ്ട് അവർ ഒരു തരത്തിലും വഴക്കുണ്ടാക്കുന്ന ആൾക്കാരല്ല, അന്ന് ഇവിടെ വന്ന് സംസാരിച്ച് അവർ പോയതല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, പിന്നെ എന്തിനാ വെറുതെ നുണ പറയുന്നത് വയ്ക്കുമ്പോൾ, ഒന്നുമല്ല അവരെന്നെ, ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കൂടെ പിന്നാലെ അവനോട് നടക്കരുതെന്ന് പറഞ്ഞതിന് അവരെല്ലാവരും കൂടെ കൂട്ടം കൂടി തല്ലിയേറി. അത് ശരി, അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ അമ്മ പുറത്തേക്ക് ഓടിയിട്ട് അതൊക്കെ കുറേ ആൾക്കാരെ വിളിച്ചും കൊണ്ട് വരിക. എടാ അവനെ അഖിലിനെ അടിച്ച് അവിടെ ഒരു പരിവാക്കിയിട്ടുണ്ട് ആ ഭാസ്കരൻ്റെ മക്കൾ, അതങ്ങനെ വിട്ടാൽ പറ്റില്ല, നിങ്ങളൊന്ന് വന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ 1-2 പേര് വന്ന് നോക്കുമ്പോൾ പറയും, എന്താടാ ഉണ്ടായത് വയ്ക്കുമ്പോൾ ഇവളുടെ പിന്നാലെ നടന്നതിന് ചോദ്യം വേറൊന്നും അവൻ പറയുന്നില്ല. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, അല്ല ഒരിക്കലും അല്ല എന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇവർ ഇങ്ങോട്ട് വരികയാണ്. അപ്പോഴേക്കും നമ്മളുടെ നിധിയും ഒക്കെ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, ആരും പോയിട്ടില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. ഭാസ്കരൻ ഇല്ല. അപ്പോൾ ഇവരിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് വിളിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ഇവനെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അറിയും, ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നിധി ഇറങ്ങാൻ നിൽക്കുമ്പോൾ നികേഷ് അവിടെ പിടിച്ച് ചേർത്ത് ഇപ്പോൾ ഇറങ്ങണം അവിടെ നിൽക്കുക എന്നിട്ട് നിധീനെ അവിടെ പിടിച്ച് നിർത്തും. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ പുറത്ത്, സുഭാഷും സുധീഷും ഹരീഷും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് എന്താടാ നിങ്ങൾ വിചാരിച്ചത്, എൻ്റെ മകനെ ഇങ്ങനെ തല്ലി ചതയ്ക്കാൻ മാത്രം അവൻ എന്ത് തെറ്റാടാ ചെയ്തത്, എൻ്റെ മകളെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ അവനെ ഇങ്ങനെ തല്ലി ചതച്ചത്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റും കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ കൗൺസിലറിനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറയും, നിങ്ങളെ വെറുതെ ഉള്ള എല്ലാത്തിനെയും പിടിച്ച് അകത്തിടും, അങ്ങനെ എങ്ങനെയെന്ന് പറയും. ആ സമയത്ത് തന്നെ പിന്നെ നമ്മുടെ ഭാസ്കരന് വരും. ഭാസ്കരന് വന്നിട്ട്
എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ട് ഭാസ്കരൻ വരികയാണ്. അപ്പോൾ കൗൺസിലറുണ്ട്. അപ്പോൾ ഒരുത്തനെ റോട്ടിലിട്ട് പട്ടിയെ പോലെ തല്ലി ചതച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് മിണ്ടാതിരിക്കുന്നു നോക്കും. കൗൺസിലർ താനെന്താ ഇവിടെ എന്ന് നോക്കിയാണ്. അതിൽ പറയും ഞാൻ ഇവരുടെ കൂടെ ഇത് ചോദിക്കാൻ വന്നിട്ട് തനിക്ക് വേറെ പണിയൊന്നുമില്ലടോ. ഭാസ്കരൻ പറയുന്നതാണ് തനിക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ കോളനിയിൽ മറ്റേ കുടിവെള്ളം മുടങ്ങിയിട്ട് 4 ദിവസമായി. താൻ അത് പോയി നേരക്ക്. അതുപോലെ ആ കവലയിലുള്ള ആ പുതിയ ഫ്ലാറ്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ആ വെള്ളം മുഴുവൻ റോട്ടിക്കാണ് ഒഴുകുന്നത്. തനിക്ക് അതൊന്നും അല്ല നേരം. ഇവർ വന്ന് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ അത് ചോദിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്താ എന്തിതാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ താൻ എൻ്റെ പിന്നെ ഇതൊന്നും താൻ പഠിപ്പിക്കണ്ട. ഇവർ എൻ്റെ പഞ്ചായത്തിൽപ്പെട്ട ആൾക്കാർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചത്. പിന്നെ അത് എൻ്റെ അവകാശമാണെന്ന് പറയും. നീ നിൻ്റെ അവകാശം എന്തെങ്കിലും ചെയ്തു, അതിന് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്തിനാ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയും ഇവരുടെ മകനെ റോഡിലിട്ടിട്ട് തല്ലിയതിനാണെന്ന് പറയും. അത് ശരി, അത് മാത്രമേ താൻ അറിഞ്ഞുള്ളൂ. ഈ വിറ്റകൾ പറയുന്ന ഇട്ടിട്ട് താൻ പുറപ്പെട്ടു പോകുന്നല്ലോ. അല്ല, തന്നെ ജയിപ്പിച്ചവരെ വേണം പറയാൻ. ആർക്കൊക്കെ മന്തി വാങ്ങി കൊടുത്തിട്ട് ജയിച്ചതല്ലേ നീ, മന്തി ബാബു അങ്ങനത്തെ ഒരു പേരും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവർ സാറിനെ കളിയാക്കുന്ന പോലെയാണ്. ഇപ്പോൾ വരും പോലീസ്, ഇയാളെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലില്ല, എല്ലാത്തിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലിട്ടണം എന്നറിയാം. അപ്പോൾ പറയാം നിൻ്റെ അമ്മായിയമ്മയ്ക്ക് പിന്നെ അമ്മായിയച്ഛന് എൻ്റെ തറവാടാണല്ലോ അപ്പോൾ പോലീസ് സ്റ്റേഷൻ, എല്ലാവരും പിടിച്ച് അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവിടും, ഒന്ന് പോയി പണിയൊക്കെ അറിയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ പൂര തെറിവിളിയും തമ്മിൽ അടിക്കാൻ ചന്ദ്രൻ കൈയോങ്ങി വരുമ്പോഴേക്കും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര വഴക്കാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് തെറിയറിയാം. അപ്പോൾ പറയും ഞങ്ങൾ പിന്നെ വന്നത് എന്താണ് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് വന്നത്, ഇവർ പറയുന്ന ഈ വാക്കും കണ്ടിട്ടല്ലേ നിങ്ങൾ ചാടി പുറപ്പെട്ട് പോകുന്നത്. ആദ്യം എന്താണ് അവൻ ചെയ്ത് തെറ്റെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയോ, അന്വേഷിക്കാണ്ടാണോ അങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാണ്. അപ്പോൾ ഭാസ്കരൻ പറയും എൻ്റെ മരുമകൾ പിന്നെ ഇവിടുന്ന് ജോലിക്ക് പോകുമ്പോൾ നടു റോട്ടിലിട്ട് ഇവൻ്റെ കൂട്ടുകാരും കൂടെ അപമാനിച്ചതിന് ഇവിടുന്ന് ചോദിക്കാൻ ചെന്നറിയാം. ഇപ്പോൾ സുധീഷ് പറയും എൻ്റെ ഭാര്യ അപമാനിച്ചാൽ പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം, പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം അവനത് ചെയ്തതെന്നറിയാമോ? ആദ്യത്തെ പ്രാവശ്യം പോട്ടെ എന്ന് വെച്ചു. പിന്നെ അവനത് ചെയ്തപ്പോൾ ഞാൻ ചോദിക്കാൻ ഞങ്ങളിവിടെ നിന്ന് ആണുങ്ങളല്ലേ ജീവിച്ചിരിക്കുന്നത്, അതുണ്ടായതറിയാം. അപ്പോൾ ഇയാളൊന്ന് അങ്ങനെയാണോ കാര്യം എന്നുള്ളത്. പക്ഷേ അയാളുടെ അഭിമാനം വിട്ടു. കാരണം അയാളുടെ പിന്നെ വാർഡിലുള്ള ആൾക്കാരാണല്ലോ, പിന്നെ അവരെ കൂടെ ഇയാൾ നിൽക്കേണ്ടത്. അങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ, ആരും കുറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ അപ്പോഴും നമ്മളെ നിധി ഇറങ്ങി പോകാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് വരുന്നുണ്ട്. പോലീസ് വരുമ്പോൾ പിന്നെ എന്താണ് അയാളോട് പറയുന്നുണ്ട്, സാറേ ഇങ്ങനെ എന്താണ് ഇയാൾ ഇവനെ എല്ലാവരും കൂടെ നടു റോട്ടിലിട്ട് കൂട്ടം കൂടി തല്ലിയാണുണ്ടായത്. അത് ചോദിക്കാൻ വന്നാൽ ഞങ്ങളെ അപമാനിച്ചു, കൗൺസിലറെ മന്തി ബാബു എന്ന് വിളിച്ച് നാണം കെടുത്തി എന്നൊക്കെ പറയുകയാണ് ചന്ദ്രൻ. അപ്പോൾ പറയും പോലീസ് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ഭാസ്കരൻ പറയും. അതൊന്നല്ല സാറേ, എൻ്റെ മരുമകളെ പിന്നെ നടു റോട്ടിലിട്ട് അപമാനിച്ചു ഇവൻ്റെ കൂട്ടുകാരും കൊണ്ട്, ഇത് പലവട്ടമായി, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാൻ ചെന്നതാണ് അങ്ങനെയുള്ളൊരു സംഭാഷണവും കാര്യങ്ങളും. അപ്പോൾ പോലീസ് വരുമ്പോൾ ഇവർക്ക് പക്ഷേ ഒരു പേടിയില്ല, അങ്ങോട്ട് വരട്ടെ എന്നുള്ളതിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് സുധീഷും ഹരീഷും നികേഷും ഒക്കെ എല്ലാവരും 4 പേരും അതിന് സുഭാഷും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മൾക്ക് ജനങ്ങളൊക്കെ കൂടുന്നുണ്ട്. ഇവരുടെ പെങ്ങളിങ്ങനെ ഹാർത്താട്ടസ് സന്തോഷമായിട്ട് വരിക. കാരണം പോലീസ് പ്രശ്നങ്ങൾ, ഇവർ കച്ചറ ആളുകളാണ്, ഇവർ താന്തോന്നികളാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളുടെ നിധു വരുന്നുണ്ട്. നിധു എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ചിട്ട് നിധു വരുന്നുണ്ട്. പക്ഷേ നിധു ഇവരുടെ ഭാഗമാണ് പറയേണ്ടത്, ഹരീഷിൻ്റെയൊക്കെ ഭാഗമാണ് പറയേണ്ടത്. ഞാനും ഹരീഷും കൂടെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് എന്നൊക്കെ അവളും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥ പോകുന്നത്. എന്തായാലും നിധിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിധിയെ പറഞ്ഞവനിട്ട് നല്ല കണക്കിന് പൊട്ടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് എന്തായാലും. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ കാറ്റത്തെ കിളിക്കൂട് കാണുക. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ, പറഞ്ഞ കഥയായിട്ട് പറയണമെന്നില്ല, ഈ തമ്പത്തല്ല തന്നെ അതന്നെ ഉണ്ട് കുറച്ച് നേരം അടിച്ചാൽ നല്ല പൊടിപൂരൻ അടിയാണ്. അപ്പോൾ മിക്സ് ചെയ്യാണ്ട് കാണുക. എൻ്റെ കഥ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എൻ്റെ കഥ കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു. പിന്നെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകളൊക്കെ വരാം, പിന്നെ ഡയലോഗുകൾ ഇപ്പോൾ നമുക്ക് മുഴുവൻ പറയാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.